പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ നമുക്ക് 2 പാഠപുസ്തകങ്ങളാണല്ലോ ഉള്ളത്. അതിൽ ആദ്യ പാഠപുസ്തകമായ ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫിയിലെ ഫസ്റ്റ് 3 ചാപ്റ്ററുകൾ ഇതിനോടകം തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഹ്യൂമൻ ജോഗ്രഫി നാച്ചർ ആൻഡ് സ്കോപ്പ് എന്ന ആദ്യ യൂണിറ്റിനെ മാറ്റി നിർത്തിയാൽ മറ്റ് 2 അധ്യായങ്ങളും ചർച്ച ചെയ്തത് ജനസംഖ്യയെ സംബന്ധിച്ചിട്ടാണ്. ജനസംഖ്യ എന്തെന്നും ജനസംഖ്യാ വിതരണത്തിലെ സവിശേഷതകളെ സംബന്ധിച്ചും ജനസംഖ്യാ സാന്ദ്രതയെ സംബന്ധിച്ചും ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം തുടങ്ങിയ ആശയങ്ങളായിരുന്നു നിങ്ങളുടെ 2ാമത്തെ യൂണിറ്റിൽ. എന്നാൽ 3ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പോപ്പുലേഷൻ കോമ്പസിഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ ഘടക സംരചനയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് സ്ത്രീ പുരുഷ അനുപാതം, പ്രായഘടന, ഗ്രാമ നഗര ജനാനുപാതം, സാക്ഷരതാ നിരക്ക്, അതോടൊപ്പം തൊഴിൽ ഘടന എന്നീ ആശയങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ 2ാമത്തെ പാഠപുസ്തകമായ ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്ന പുസ്തകത്തിലെ പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് കോമ്പസിഷൻ എന്ന ഫസ്റ്റ് യൂണിറ്റാണ്. എന്ത് തോന്നുന്നു? നേരത്തെ കേട്ട അതേ തലക്കെട്ടല്ലേ? അതെ. അവിടെ നമ്മൾ ജനറൽ ജോഗ്രഫിയുടെ ഭാഗമായി ലോക ജനസംഖ്യയെ സംബന്ധിച്ചും ജനസംഖ്യാ വിതരണം, ജനസംഖ്യാ സാന്ദ്രത, ജനസംഖ്യാ മാറ്റം തുടങ്ങിയ ആശയങ്ങളായിരുന്നല്ലോ ചർച്ച ചെയ്തത്. എന്നാൽ ഇവിടെ റീജിയണൽ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫിക്ക് 2 സമീപനങ്ങളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ റീജിയണൽ അപ്രോച്ചാണ് കൈക്കൊള്ളുന്നത്. അതായത് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് റീജിയണൽ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അതേ ആശയങ്ങളെ തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പഠിക്കുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതേ ആശയങ്ങൾ നമ്മളിവിടെ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആശയങ്ങൾ ഗ്രഹിക്കുക കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രധാന ആശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിക്കുന്ന ചില അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയായിരുന്നു? അതെ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടിയാണ്. അന്ന് ലോക ജനസംഖ്യ ആകട്ടെ 700 കോടി പിന്നിട്ട സമയമായിരുന്നു. ആ 700 കോടി ജനസംഖ്യ ലോകത്തുള്ളപ്പോൾ 121 കോടി ജനങ്ങൾ ഇന്ത്യയിലായിരുന്നു എന്നതാണ്. എന്നിട്ടിപ്പോൾ ഏകദേശം 10 വർഷത്തോളമാവുന്നു. അടുത്ത സെൻസസ് 2021 വരാനിരിക്കുന്നു. അപ്പോഴേക്കും, അതായത് 2020 വർഷമധ്യ ജനസംഖ്യ കണക്കാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിഡ് ഇയർ പോപ്പുലേഷൻ കണക്കാക്കുകയാണെങ്കിൽ അത് 137.9 കോടി 137.9 ക്രോർസ് പിന്നിട്ടതായിട്ടാണ് നമുക്ക് കണക്കാക്കാനാകുന്നത്. അതായത് ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.7%. The population of India is approximately 17.7% of the total population of the world. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ വൻകരകളിലെ ആകെ ജനസംഖ്യ എടുത്താൽ അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ ജനസംഖ്യ. The population of India is more than the total population of the continents, North America, South America and Australia put together.
അപ്പോൾ ഇതിൽ നിന്ന് വളരെ ഭീമമായ ഒരു ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. ഇത്തരത്തിൽ ഒരു വലിയ ജനസംഖ്യ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ വിഭവങ്ങൾക്ക് മേൽ, അതായത് നമ്മുടെ പരിമിതമായ നമ്മുടെ വിഭവങ്ങൾക്ക് മേൽ ഇറ്റ് മേ പുട്ട് പ്രഷർ. സോ സച്ച് എ ഹ്യൂജ് പോപ്പുലേഷൻ മേ invariably put pressure upon the limited resources, which in turn causes some social and economic problems. ഇത് വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അവിടെയാണ് ജനസംഖ്യാ പഠനത്തിൻ്റെ പ്രാധാന്യം. ഇന്ത്യയും ജനസംഖ്യാ പഠനത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നതിൻ്റെ അടിസ്ഥാനം ജനസംഖ്യയെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, ജനസംഖ്യാ സംബന്ധമായി ഉണ്ടായേക്കാവുന്ന മറ്റ് സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് റെമഡി അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുക കൂടിയാണ് ജനസംഖ്യാ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എങ്ങനെയാണ് നമ്മൾ ജനസംഖ്യയെ സംബന്ധിക്കുന്ന വിവരം ശേഖരിക്കുന്നത്? അതെ, സെൻസസിലൂടെയാണ് അല്ലേ. ദ പ്രോസസ് ഓഫ് എന്യൂമറേഷൻ ഓഫ് പോപ്പുലേഷൻ റിലേറ്റഡ് ഡേറ്റ ക്യാൻ ബി കോൾഡ് എസ് സെൻസസ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എപ്പോഴായിരിക്കാം? ഇറ്റ് വാസ് ഇൻ 1872. 1872 ആദ്യത്തെ ഇന്ത്യയിലെ സെൻസസ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ കംപ്ലീറ്റ് സെൻസസ്. ദ ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് വാസ് ഇൻ ദ ഇയർ 1881. അതുമുതൽ ഇങ്ങോട്ട് ഓരോ 10 വർഷ ഇടവേളകളിലും കൃത്യമായി മുടക്കമില്ലാതെ നമ്മൾ സെൻസസ് വിവരങ്ങൾ കാലികമായ അപ്ഡേഷനോടുകൂടി നമ്മൾ നടത്തി വരികയാണ്. ഒരുപക്ഷെ ഇപ്പോൾ സമീപ ദിവസങ്ങളിലായി നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവും. അടുത്ത സെൻസസ് വർഷം 2021. ആ 2021 സെൻസസ് വിവരശേഖരണം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ കോവിഡ് എന്ന ഒരു പാൻഡമിക് സാഹചര്യത്തിൽ നമുക്ക് 2021 സെൻസസ് വിവരശേഖരണവും സെൻസസ് വിവര വിശകലനവുമൊക്കെ യഥാസമയം ചെയ്തു തീർക്കാനാവുമോ എന്ന ആശങ്കയിലാണ് സർക്കാരും സെൻസസ് ഓഫ് ഇന്ത്യയും. ഇനി നമുക്ക് ഈ അധ്യായത്തിലേക്ക് വരാം. ദിസ് ചാപ്റ്റർ മെയിൻലി ഡീൽസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ വിതരണം സംബന്ധിച്ച ആശയങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. തുടർന്ന് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനസാന്ദ്രതയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു. ദെൻ ദി പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ച, അതുമായി ബന്ധപ്പെട്ട പ്രവണതകൾ. ദെൻ ഫൈനലി ദ പോപ്പുലേഷൻ കോമ്പസിഷൻ വിച്ച് ഇൻവോൾവ്സ് റൂറൽ അർബൻ കോമ്പസിഷൻ, ലിംഗ്വിസ്റ്റിക് കോമ്പസിഷൻ അഥവാ ഭാഷാ സംരചന, റിലീജിയസ് കോമ്പസിഷൻ അഥവാ മതസംരചന, ഓക്കുപ്പേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ തൊഴിൽ ഘടന തുടങ്ങിയ ആശയങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. പ്രധാന ആശയങ്ങളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പൊതുവായി ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതായത് ഈ പാഠപുസ്തകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ 2011 സെൻസസ് ഡേറ്റയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ സമീപകാലത്തായി ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള സംസ്ഥാനങ്ങളെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളെയോ അത്തരത്തിലുള്ള അപ്ഡേഷനുകൾ അത്തരം ഭൂപടങ്ങളിൽ ചേർക്കാനായിട്ടില്ല. അങ്ങനെ ഭൂപടങ്ങൾ ഉണ്ടാകുന്നത് ഇനി 2021 സെൻസസ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലുള്ള അപ്ഡേറ്റഡ് മാപ്പ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഈ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുമാണ് ഉൾപ്പെടുന്നതെന്ന്. ലെറ്റ് us go to the distribution of population in India. ഇന്ത്യയിലെ ജനസംഖ്യാ വിതരണത്തിലേക്ക് കടക്കാം. ഈ ഭൂപടം ശ്രദ്ധിക്കൂ. ഇത് ഇന്ത്യയുടെ ജനസംഖ്യാ വിതരണത്തെ സൂചിപ്പിക്കുന്ന ഭൂപടമാണ്. ഇത് ഏത് രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിനകത്ത് ഡോട്ടുകൾ അല്ലെങ്കിൽ കുത്തുകളാണ് കാണിച്ചിട്ടുള്ളത്. This map is prepared in such a manner that the population is scaled as 1 dot for every 2 lakh population. ഓരോ 2 ലക്ഷം ജനസംഖ്യയ്ക്കും ഒരു ഡോട്ട് എന്ന ക്രമത്തിൽ സ്കെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്.
ഇത്തരത്തിലുള്ള തീമാറ്റിക് ഭൂപടങ്ങളെ നമ്മൾ ഡോട്ട് മാപ്പുകൾ എന്നാണ് വിളിക്കാറുള്ളത്. നിങ്ങൾക്കും ജനസംഖ്യാ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡോട്ട് മാപ്പുകൾ തയ്യാറാക്കാനാവും. ഈ ഭൂപടത്തിൽ നിന്ന് ഇന്ത്യയിലെ ജനസംഖ്യാ വിതരണത്തെ സംബന്ധിക്കുന്ന ഒരു പൊതുവായ ചിത്രം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മേന്മ. എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ഈ ഭൂപടത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കേന്ദ്രീകരിച്ച് കാണുന്നത് പഞ്ചാബ് മുതൽ ആസാം വരെ വ്യാപിച്ചിരിക്കുന്ന ഉത്തര മഹാസമതല പ്രദേശത്ത്. അതുപോലെ കേരളത്തിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ജനസംഖ്യാ കേന്ദ്രീകരണം വ്യക്തമാവും. അതായത് the population is highly concentrated in the northern plains extending from Punjab Haryana plains to the Assams, and also in Kerala we can see the rich concentration of population. ഡൽഹി വരുന്ന പ്രദേശം ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ കുത്തുകൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിൽ ഒരു ഡാർക്ക് പാച്ച് തന്നെ അവിടെ ഫോം ചെയ്തിരിക്കുന്നു. വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഈസ് വെരി ഹൈ കോൺസെൻട്രേഷൻ. ഈ കാണുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ കേന്ദ്രീകരണം ഡൽഹിയിലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. പൊതുവെ ഇന്ത്യയിൽ ജനസംഖ്യാ വിതരണത്തിലെ അസന്തുലനമാണ് ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ക്രമരാഹിത്യം അല്ലെങ്കിൽ അൺഈവൻനെസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ക്യാൻ ബി പെർസീവ്ഡ് ഫ്രം ദിസ് മാപ്പ്. ഇതിൽ ഹിമാലയ പർവ്വതം ഉൾപ്പെട്ട വടക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറ് രാജസ്ഥാൻ മരുഭൂമി ഉൾപ്പെട്ട പ്രദേശങ്ങളിലും ഒന്ന് നോക്കൂ. ഇവിടെ ഡോട്ടുകൾ പരസ്പരം കൂടുതൽ അകന്നാണ് കാണപ്പെടുന്നത്. വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഈസ് കമ്പാരിറ്റീവ്ലി ലോവർ പോപ്പുലേഷൻ ഇൻ ദീസ് റീജിയൻസ്. ഈ പ്രദേശങ്ങളിൽ താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയാണ് ഉള്ളത് എന്നല്ലേ? ഇതിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയം, there are larger states with smaller population. An example, Arunachal Pradesh. There are smaller states with a larger population. Example, it is West Bengal. There are larger states with a larger population. Example, Uttar Pradesh. There are smaller states with a smaller population. ഇവിടെ ഉദാഹരണം സിക്കിമുണ്ട്. ഇനി നിങ്ങൾക്കൊരു പ്രവർത്തനമാണ്. കാറ്റഗറൈസ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ ആസ് ഫോളോസ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഇനി പറയുന്ന വിധം തരംതിരിക്കുക. 1. ലാർജർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് എ സ്മോളർ പോപ്പുലേഷൻ. 2. ലാർജർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് എ ലാർജർ പോപ്പുലേഷൻ. 3. സ്മോളർ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് എ ലാർജർ പോപ്പുലേഷൻ. സ്മോൾ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് എ ലാർജർ പോപ്പുലേഷൻ. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ തരംതിരിക്കാനാകും. ഇതിനു വേണ്ടി നിങ്ങളുടെ പാഠപുസ്തകത്തിന് അനുബന്ധമായി തന്നിട്ടുള്ള അപ്പൻഡിക്സ് 1, പുസ്തകത്തിൻ്റെ പിന്നിൽ അപ്പൻഡിക്സ് 1 ആയി തന്നിട്ടുള്ള പോപ്പുലേഷൻ ഡേറ്റ ടേബിൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. See this table showing the population related information of India. ഇന്ത്യയിലെ ജനസംഖ്യാ സംബന്ധമായ വിവരങ്ങൾ കാണിക്കുന്ന ഈ പട്ടിക നോക്കൂ. എന്തെല്ലാം വിവരങ്ങളാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്? 1. ഉത്തർപ്രദേശ് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയാകട്ടെ 19.9 കോടിയാണ്. ഉത്തർപ്രദേശ് ഈസ് ഫോളോഡ് ബൈ മഹാരാഷ്ട്ര, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. മഹാരാഷ്ട്രയിലെ ജനസംഖ്യ 11.2 കോടിയാണ്. ബീഹാറിലെ ജനസംഖ്യ 10.3 കോടിയാണ്. പശ്ചിമ ബംഗാളിലെ ജനസംഖ്യ 9.1 കോടിയാണ്. ഇത്തരത്തിൽ നമുക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ ജനസംഖ്യ ഈ പട്ടികയിലൂടെ കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ 10 സംസ്ഥാനങ്ങൾ എടുത്താൽ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 76% ഉൾക്കൊള്ളുന്നത് ഈ 10 സംസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് 76% of the total population of India is occupied by these 10 states.
ഈ 10 സംസ്ഥാനങ്ങളാണ്. ഇത് ഒന്നുകൂടി നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യാ വിതരണത്തിലെ ക്രമരാഹിത്യത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് നേരെ വിപരീതമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ വിരളമായി അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം ജനസംഖ്യ കാണുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഉദാഹരണം, അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 0.11% മാത്രമാണ്. അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 0.11% മാത്രമാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ കൂടി അന്ന് ഒന്നായിരിക്കുന്ന സമയത്ത് ജമ്മു കാശ്മീർ പ്രദേശത്തെ ആകെ ജനസംഖ്യ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 1.04% എന്ന് കാണാൻ കഴിയും. ഉത്തരാഖണ്ഡിലാകട്ടെ 0.84% മാത്രമാണ് പോപ്പുലേഷൻ ഷെയർ. അപ്പോൾ 2 എക്സ്ട്രീംസ് നമ്മൾ കണ്ടു. വളരെ ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്, വിപരീതമായി വളരെ വിരളമായി മാത്രം ജനസംഖ്യ കാണുന്ന സംസ്ഥാനങ്ങളും ഇന്ത്യയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. എന്തുകൊണ്ടാണ് ജനസംഖ്യാ വിതരണത്തിൽ ഈ ക്രമരാഹിത്യം? നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് എന്ന ചാപ്റ്ററിൽ യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് the factors influencing the distribution of population. Such factors influence the population distribution in India also. Mainly the factors influencing the distribution are, അല്ലെങ്കിൽ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, geographical or physical factors. എന്തൊക്കെ വരും അതിൽ? ജലലഭ്യത അല്ലെങ്കിൽ വാട്ടർ അവൈലബിലിറ്റി, ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ടെറൈൻ ഭൂപ്രകൃതി, ക്ലൈമറ്റ് കാലാവസ്ഥാ സവിശേഷതകൾ, സോയിൽ മണ്ണിനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണല്ലോ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടേഴ്സായി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതെങ്ങനെയാണ് ജലലഭ്യത ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്നത് എന്ന് ഇനി ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ? നമുക്ക് കൃഷിക്കും വ്യവസായത്തിനും ഗാർഹിക ആവശ്യങ്ങൾക്കും എല്ലാത്തിനും സഞ്ചാരത്തിനും എല്ലാം ജലം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രാചീന സംസ്കാരങ്ങൾ രൂപപ്പെടുന്ന കാലം മുതൽക്ക് തന്നെ നദീതടങ്ങൾ അല്ലെങ്കിൽ ജലലഭ്യമായ പ്രദേശങ്ങളായിരുന്നു ജനവാസത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഭൂപ്രകൃതി എങ്ങനെയാണ് ജനവിതരണത്തെ സ്വാധീനിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ അക്സസിബിലിറ്റിയാണ്. അതായത് വളരെ പ്രാപ്യമായ ഇടങ്ങൾ, അതായത് നിരപ്പായ പ്രദേശങ്ങളാണ് നമുക്ക് എളുപ്പം പ്രാപ്യമാകുന്നതെങ്കിൽ ചെന്നെത്താൻ കഴിയുന്നത്. അതായത് ഗതാഗത റോഡ് ശൃംഖലകൾ സാധ്യമാകുന്നതും കൃഷിക്ക് ഉപയുക്തമാകുന്നതും ജനവാസയോഗ്യമായതുമായ സ്ഥലങ്ങൾ എപ്പോഴും നിരപ്പായ സ്ഥലങ്ങളാണ്. ദ റഗഡ് ടോപ്പോഗ്രഫിക്കൽ റീജിയൻസ് അല്ലെങ്കിൽ നിമ്നോന്നത ഭൂപ്രകൃതിയുള്ള മലയോര മേഖലകളിൽ തീർച്ചയായും ജനവാസം കുറവായിരിക്കും എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതിന് ഉദാഹരണം ഇന്ത്യയിലെ ഹിമാലയ പർവ്വത മേഖലയിലോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സ്റ്റേറ്റ്സിലേക്കോ അല്ലെങ്കിൽ ഡെസേർട്ട് റീജിയനിലേക്കോ ഒക്കെ പോയാൽ വി ക്യാൻ സീ വെരി ലെസ് പോപ്പുലേഷൻ, വളരെ കുറഞ്ഞ ജനസംഖ്യയായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവുക. മൂന്നാമത്തെ ഫാക്ടർ സോയിൽസ്. നമുക്കറിയാം കൃഷിയാണ് നമ്മുടെ ഉപജീവനത്തിന് ആധാരം. കൃഷിയിലൂടെയാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃഷിക്കാകട്ടെ ജലം മാത്രം പോരാ, ഫേവറബിൾ ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണും ആവശ്യമാണ്. അപ്പോൾ നല്ല മണ്ണ് ലഭ്യമാകുന്ന നദീതടങ്ങളൊക്കെ പണ്ട് കാലം മുതൽക്ക് തന്നെ ഉയർന്ന ജനവാസ മേഖലകളായി ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആൻഡ് നെക്സ്റ്റ് ഇറ്റ് ഈസ് ക്ലൈമറ്റ്. എന്തുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്ന ജനസംഖ്യ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജനസാന്ദ്രത ഉണ്ടാകുന്നു? തീർച്ചയായും മിതമായ കാലാവസ്ഥയാണ്. അത് എക്സ്ട്രീമിറ്റീസ് ഇല്ലാത്ത അല്ലെങ്കിൽ അധികം ചൂടോ അധികം തണുപ്പോ വളരെ ഉയർന്ന മഴയോ അല്ലെങ്കിൽ വരൾച്ചയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ലാത്ത മിതമായ കാലാവസ്ഥ കിട്ടുന്ന തീരദേശ മേഖലകളിൽ സാധാരണഗതിയിൽ ഉയർന്ന ജനസംഖ്യ കാണാനാകും. അറ്റ് ദ സെയിം ടൈം ദ ഹാർഷ് ക്ലൈമാറ്റിക് റീജിയൻസ് സച്ച് ആസ് ദ കോൾഡ് റീജിയൻസ് ഓർ കോൾഡ് ഡെസേർട്സ് ആൻഡ് ഹോട്ട് ഡെസേർട്ട് റീജിയൻസ്, മൗണ്ടേനിയസ് റീജിയൻസ്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ പൊതുവെ ജനവാസം കുറഞ്ഞു കാണുന്ന സാഹചര്യവുമാണുള്ളത്. എന്നാൽ ആദ്യകാലങ്ങളിൽ വളരെ കുറച്ചു മാത്രം ജനവാസമുണ്ടായിരുന്ന പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് രാജസ്ഥാൻ മരുഭൂമി പ്രദേശങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ സമീപകാലത്തായി ജനസംഖ്യ മിതമായോ ഉയർന്നു വരുന്നതോ ആയ ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കാം ഇതിന് ആധാരം? അതായത് ജലലഭ്യത ഇല്ലാതിരുന്ന പ്രദേശങ്ങളിൽ
നമുക്ക് ജലസേചന സൗകര്യങ്ങൾ വികസിച്ചതുവഴി കാർഷിക അഭിവൃദ്ധി കൈവരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങൾ ജനവാസയോഗ്യമാവുന്നു. അതിലൂടെ ആ പ്രദേശങ്ങൾ കൂടുതൽ ജനസംഖ്യ കൈവരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ കേസിലാണെങ്കിൽ ദർ ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് ഹിയർ ആൻഡ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീസ്. ഇവിടെ ധാതു ഊർജ്ജ വിഭവങ്ങൾ, അനുബന്ധമായി വളർന്നു വരുന്ന വ്യവസായങ്ങൾ, റോഡ് റെയിൽ ശൃംഖലകൾ, ഇതെല്ലാം ഈ പ്രദേശത്തെ ജനവാസം ക്രമേണ ഉയർന്നു വരുന്നതിന് ഹേതുവായിട്ടുണ്ട്. Among these socio-economic and cultural factors influencing the distribution of population in India, the major ones are as follows: the evolution of settled agriculture and agricultural development, industrialization, then urbanization and related rural-urban migrations, the development of transport, and some historical factors that influence the distribution of population. These are all the social and economic factors that influence the distribution of population in India. Next major concept is the density of population. Density of population is expressed as the number of persons per unit area. ചതുരശ്ര കിലോമീറ്ററിൽ ഉള്ള ജനങ്ങളുടെ എണ്ണം എന്ന തരത്തിലാണ് നമ്മൾ ജനസാന്ദ്രത പ്രദർശിപ്പിക്കാറുള്ളത്. എങ്ങനെയാണ് ജനസാന്ദ്രത കണക്കാക്കുന്നത് എന്നതെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രതയെ സംബന്ധിച്ച ചില വസ്തുതകൾ നോക്കൂ. ദി ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഈസ് 382 persons per square kilometer. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ആണ്. അതായത് ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 382 എന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ ജനസാന്ദ്രത ഒരുപോലെ ആയിരിക്കുമോ? അല്ല എന്നറിയാം. എങ്ങനെയാണ് ഇന്ത്യയിലെ ജനസാന്ദ്രത വിന്യാസം എന്നറിയുന്നതിനായി ഈ പട്ടിക നോക്കൂ. ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വാരീസ് ഫ്രം 17 persons per square kilometer in Arunachal Pradesh to 11,297 persons in the National Capital Territory of Delhi. അതായത് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശം ഡൽഹിയുമാണ്. സംസ്ഥാന തലത്തിലാകട്ടെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ളത് ബീഹാറിനാണ്. ബീഹാറിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ 1102 ആളുകൾ എന്നതാണ്. ബീഹാറിനെ തുടർന്ന് രണ്ടാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളും മൂന്നാം സ്ഥാനത്ത് നമ്മുടെ കേരളവുമാണ് ജനസാന്ദ്രതയിലുള്ളത്. ഈ ഭൂപടം നോക്കൂ. ഇന്ത്യയിലെ ജനസാന്ദ്രത വിന്യാസം കാണിക്കുന്ന ഭൂപടമാണിത്. ഇതിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നത് എന്താ? പഞ്ചാബ് ഹരിയാന മേഖലയിൽ തുടങ്ങി ബംഗാൾ ആസാം മേഖലകൾ വരെ വ്യാപിച്ചിരിക്കുന്ന ഉത്തര സമതല മേഖലയിൽ മുഴുവൻ ഉയർന്ന ജനസാന്ദ്രതയാണ് ഉള്ളത്. ദക്ഷിണ സംസ്ഥാനങ്ങളിലാകട്ടെ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഉയർന്ന ജനസാന്ദ്രതയുള്ളത്. Those states belonging to the Himalayan and northeastern states are having very low densities of population. Rest of the states അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ മിതമായ ജനസാന്ദ്രതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പ്രവർത്തനമാണ് prepare a choropleth map showing the density of population of India. നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ജനസാന്ദ്രത ഭൂപടം ട്രേസ് ചെയ്ത് മയോൺ അറ്റ്ലസിൻ്റെ ഭാഗമാക്കി CE പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം. ജനസാന്ദ്രത കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ആകെ ജനസംഖ്യയെ സ്ഥലവിസ്തൃതി കൊണ്ട് ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ കണക്കാക്കുന്ന ജനസാന്ദ്രതയെ പലപ്പോഴും ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് എ ക്രൂഡ് മെത്തേഡ്. ഇതൊരു അപൂർണമായ രീതിയായി പലപ്പോഴും പറയാറുണ്ട്. എന്തെന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ഭൂപ്രദേശത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജനസാന്ദ്രത കണക്കാക്കുന്നതെങ്കിൽ ജനവിന്യാസത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാട് അരിത്തമെറ്റിക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനസാന്ദ്രത കണക്കാക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നില്ല. അപ്പോൾ ഉയർന്ന ജനസംഖ്യയുള്ള അല്ലെങ്കിൽ കൃഷിഭൂമിയിൽ ഉയർന്ന ജനസമ്മർദ്ദമുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം we have to find another methods for finding the densities. ഒന്ന് പോഷണ ജനസാന്ദ്രത അഥവാ ഫിസിയോളജിക്കൽ ഡെൻസിറ്റി. രണ്ട് കാർഷിക ജനസാന്ദ്രത അഥവാ അഗ്രികൾച്ചറൽ ഡെൻസിറ്റി. ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ആകെ ജനസംഖ്യയെ അറ്റ വിതഭൂമി അല്ലെങ്കിൽ അറ്റ കൃഷിഭൂമി കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് ഫിസിയോളജിക്കൽ ഡെൻസിറ്റി അഥവാ പോഷണ ജനസാന്ദ്രത ലഭിക്കുന്നത്. For getting agricultural density,
we have to divide the agricultural population by the net agricultural area or net cultivable area. അതായത് ഇന്ത്യയിലെ കാർഷിക ജനസംഖ്യയെ അറ്റ കൃഷിഭൂമി കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കാർഷിക ജനസാന്ദ്രതയും ലഭിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം, എന്താണ് ഈ കാർഷിക ജനസംഖ്യ എന്നത്? കാർഷിക ജനസംഖ്യ എന്നാൽ കൾട്ടിവേറ്റേഴ്സ് പ്ലസ് അഗ്രികൾച്ചർ ലേബറേഴ്സ്, അതായത് കർഷകരും കർഷക തൊഴിലാളികളും ചേർന്നതാണ് കാർഷിക ജനസംഖ്യ, അവരുടെ കുടുംബവും. കർഷകരും കർഷക തൊഴിലാളികളും അവരുടെ കുടുംബവും, കൾട്ടിവേറ്റേഴ്സ്, അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ടുഗദർ ഫോം ദ അഗ്രികൾച്ചറൽ പോപ്പുലേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പ്രധാന ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കായി ചില ചോദ്യങ്ങളാണ്. അറേഞ്ച് ദ ഫസ്റ്റ് 10 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് പോപ്പുലേഷൻ. ഇന്ത്യയിലെ ആദ്യ 10 സംസ്ഥാനങ്ങളെ ജനസംഖ്യയുടെ അവരോഹണ ക്രമത്തിൽ എഴുതുക. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ആൻഡ് മാർക്ക് ദം ഇൻ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ. താഴെ പറയുന്ന സംസ്ഥാനങ്ങളെ കണ്ടെത്തി ഇന്ത്യയുടെ രൂപരേഖയിൽ അടയാളപ്പെടുത്തുക. 1. ദ മോസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ്, ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം. ദ ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ്, ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഡെൻസിറ്റി, ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. ദ യൂണിയൻ ടെറിട്ടറി വിത്ത് ദ ലോവസ്റ്റ് ഡെൻസിറ്റി, ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം. നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാകട്ടെ. ഇനിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്യും. നമസ്കാരം.